കോഴിക്കോട് ബീച്ചിൽ നാളെ നടക്കുന്ന മഹാറാലിയുടെ ഓപ്പൺ സ്റ്റേജിലാണുള്ളത്. അതിൻ്റെ അവസാനഘട്ട പണികൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളെല്ലാവരും എത്തിയത്. ഓരോ നാട്ടിലെയും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ നാളെ മഹാറാലിക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കും. അപ്പോൾ എല്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം യൂത്ത് ലീഗിൻ്റെ ഒരു വലിയ പ്രകടനം കോഴിക്കോട് നഗരത്തിൽ നടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇസ്മായിൽ ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും കോഴിക്കോട് ഒരു വലിയ പ്രകടനം. അതും ഐഡിയൽ യൂത്ത് കോറിൻ്റെ പ്രകടനം, അതും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു പ്രകടനമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇത്ര വലിയ 2012 അത് 10-11 വർഷമായി. പക്ഷേ ഒരു വലിയ ശക്തി പ്രകടനം എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു വലിയ ഒരു പ്രകടനം നാളെയാണ് കോഴിക്കോട് ഈ നഗരത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തകരുടെ അറിവിലേക്കായി പറയുകയാണ്, നമ്മുടെ നഗരിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പതാക മനോഹരമായി ഈ ബീച്ചിൽ പാറിക്കളിക്കുന്ന രംഗങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഉയർത്തിയ പതാകയും ഈ ഗ്രൗണ്ടിന് നടുക്ക്, ബീച്ചിലെ നടുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ സഹഭാരവാഹികൾ ബാക്കിയുള്ളവരും കൊണ്ട് എത്തിച്ചേരുന്നുണ്ട്. മാഹിനും നസീറും ഇവിടെ വാ. അപ്പോൾ നാളെ വൈകിട്ട് 3 മണിക്ക് വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ അവർ പന്തീരങ്കാവ്, അതുപോലെ രാമനാട്ടുകര ബൈപ്പാസ് വഴി തൊണ്ടയാട്, അത് കഴിഞ്ഞ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ എരഞ്ഞിപ്പാലം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. നമ്മുടെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ വഴിയിലുടനീളം നിങ്ങൾക്ക് വഴി കാണിക്കാനുണ്ടാകും. അവിടെ സ്വപ്നനഗരിക്ക് സമീപം ഒരു ട്രേഡ് സെൻ്റർ ഉണ്ട്. ആ ട്രേഡ് സെൻ്ററിൻ്റെ സമീപത്തൊരു വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് നമ്മൾ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയത്. ഒരു ചുരുങ്ങിയതൊരു 500 ബസ്സെങ്കിലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മുഴുവൻ ബസ്സുകളും പാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ പ്രവർത്തകർ ഇറങ്ങിയിട്ട് റോഡ് നേരെ മുറിച്ച് കിടക്കുക. അവിടെ ഒരു കനാലുണ്ട്, കനാലിൻ്റെ അവിടെ പാലുണ്ട്. ആ പാലത്തിലൂടെ റോഡ് മുറിച്ച് കടന്ന് KP ചന്ദ്രൻ റോഡുണ്ട്, അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് വഴി കാണിക്കാൻ ഈ പറഞ്ഞ പോലെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുണ്ടാവും. അവിടെ KP ചന്ദ്രൻ റോഡിലാണ് നമ്മുടെ പ്രകടനം, നമ്മുടെ റാലി സെറ്റ് ചെയ്യുന്നത്. ആ പ്രകടനത്തിൽ അണിചേരുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, പരമാവധി റോഡ് ബ്ലോക്കാക്കാതിരിക്കണം. അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മുടെ പ്രകടനത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് തന്നെ റോഡ് ബ്ലോക്കായാൽ അത് എത്തിച്ചേരാൻ അവർക്കും താമസം ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി വാഹനം ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ വേണം റോഡ് മുറിച്ച് കടക്കാൻ. ഈ KP ചന്ദ്രൻ റോഡിൽ നമ്മൾ 3 മണിക്ക് പ്രകടനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ 3 മണിക്ക് തന്നെ കൃത്യം നമ്മുടെ പ്രവർത്തകർ അവിടെ എത്തിച്ചേരണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈപ്പാസിലൊക്കെ ഇടനിര ബൈപ്പാസിലൊക്കെ റോഡ് പണി നടക്കുകയാണ്. ആ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സത്തിന് നല്ല സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി പരമാവധി നേരത്തെ തന്നെ പുറപ്പെടണം. മാത്രമല്ല ഇപ്പോൾ ഈ റാലിക്ക് വരുന്ന വാഹനങ്ങൾ ഗഫൂറെ, ഫൈസൽ തങ്ങളുണ്ട്, ഷിബു മീരാനുണ്ട്, എല്ലാവരും ഉണ്ട്, സാജു ഉണ്ട്, നമ്മളെ MSFൻ്റെ ദേശീയ ബസ്സുണ്ട്. അപ്പോൾ സമ്മേളനം, അതെ ഗഫൂർ പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് പ്രകടനത്തിൽ കൃത്യസമയത്ത് 3 മണിക്ക് എത്തണമെങ്കിൽ പതിവിലും നേരത്തെ പുറപ്പെടണം. കാരണം ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് വേറെ ഒരു ധാരണ കൂടിയുണ്ട്. മഹാറാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വഖഫ് റാലിയും പലസ്തീൻ റാലിയൊക്കെ കടപ്പുറത്തെ സമ്മേളനം മാത്രമായിരുന്നു, പ്രകടനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ അങ്ങനെയും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രകടനം ഉള്ളതുകൊണ്ട് പ്രകടനത്തിൽ 3 മണിക്ക് എത്തിച്ചേരാൻ സാധാരണ പുറപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി നേരത്തെ അവിടെ എത്തിച്ചേരണം. 2 മണിക്ക് തന്നെ എത്തിച്ചേർന്നാലേ ആരംഭിക്കണം. 3 മണിക്ക് നമുക്ക് പ്രകടനം ആരംഭിക്കണം. അപ്പോൾ 2 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരാനുള്ള ഒരു ശ്രമം നിങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3 മണിക്ക് നമ്മൾ പ്രകടനം തുടങ്ങി ഒരു 5 മണിയോടുകൂടി നമുക്ക് പൊതുസമ്മേളനം ആരംഭിക്കണം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പൊതുസമ്മേളന ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ ഒരു പാസിംഗ് ഔട്ട്. നമ്മുടെ കോർഡിനേറ്റർ ഫൈസൽ തങ്ങളുണ്ട്. ഫൈസൽ തങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഠിന പരിശീലനത്തിലാണ്. ഒരു 40 പേര് വിദഗ്ധ പരിശീലനം നേടിയ നമ്മുടെ സ്പെഷ്യൽ റെസ്ക്യൂ ഫോഴ്സിൻ്റെ ഒരു പാസിംഗ് ഔട്ട്. അവരുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ നമ്മളെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതുകൂടി കാണുക എന്നുള്ളത് വളരെ ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ വൈറ്റ് ഗാർഡിന് സ്വന്തമായിട്ടൊരു ബാൻഡ് ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാസിംഗ് ഔട്ടും ഉണ്ട്. അത് ഈ ഗ്രൗണ്ടിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കി. കാരണം ബീച്ചായതുകൊണ്ട് തങ്ങളെ ബീച്ചായതുകൊണ്ട് അവിടെ നടക്കാൻ പരേഡ് നടത്താൻ കഴിയില്ല. പരേഡിന് മാത്രം തയ്യാറാക്കിയതാണ്. ആ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്.
ഇസ്മായിൽ ചുമയുള്ളതാണ് ഇസ്മായിൽ അധികം സംസാരിക്കാത്തത് അല്ലേ? നാളത്തേക്ക് ഇസ്മായിലെ ചുമ റെഡിയാവും. അവസാനത്തെ പ്രസംഗം കേട്ടിട്ടേ പോകാൻ പാടുള്ളൂ. അതെ അതെ, ഇസ്മായിലിൻ്റെ അവസാനത്തെ പ്രസംഗം കൂടി കേട്ടിട്ടേ പോകാൻ പാടുള്ളൂ. ഫറൂഖ് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. അതെ, രാമനാട്ടുകര ഭാഗത്തുനിന്ന് പിന്നെ എറണാകുളം ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്നുള്ള ആളുകൾ കാര്യം പറഞ്ഞു. മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ, ഈവൻ കൊണ്ടോട്ടി, മലപ്പുറം, മണ്ണാർക്കാട്, പിന്നെ അതെ ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ എടവണ്ണപ്പാറ വഴി, എടവണ്ണപ്പാറ അല്ലെങ്കിൽ ഇനി മഞ്ചേരി അരീക്കോട് വഴി വരാൻ പോകുന്നതിന് അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജ് റൂട്ട് കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പുതിയ ബൈപ്പാസ് ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്തു നിന്നുള്ള ആളുകൾ പുറപ്പെടാനുള്ള വാഹനത്തിലേക്ക് കയറി ഉണ്ട്. ആ വിവരം അപ്പോൾ ഇസ്മായിലിന് അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ ആളുകൾ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരം കൊല്ലത്ത് നിന്നൊക്കെ ആളുകൾ പുറപ്പെടുന്നുണ്ട്. അവരിപ്പം പുറപ്പെട്ടാലാണ് നമുക്ക് രാവിലേക്ക് ട്രാഫിക് ജാമൊന്നും ഇല്ലാതെ റോഡ് പണിയൊക്കെ ദേശീയപാതയിൽ നടക്കുന്നതുകൊണ്ട് ഇന്നലെ സലാം സാഹിബ് പ്രത്യേകം കുഞ്ഞാൽ സാഹിബ് യോഗത്തിൽ പറയുകയും ചെയ്തു. അവർക്ക് ഫ്രഷ് ആവാനൊക്കെ കോട്ടക്കൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ എടപ്പാർ ഭാഗത്ത് ഭയങ്കര ട്രാഫിക് പ്രശ്നം നിൽക്കുന്നുണ്ട്, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിവിലും 1 മണിക്കൂറെങ്കിലും നേരത്തെ സമയം കണ്ടെത്തി പോകുന്ന ഇവിടെ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ അലനല്ലൂർ അല്ലേ, അലനല്ലൂർ, പാണ്ടിക്കാട്, അരീക്കോട് വഴി വന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുതിയൊരു ബൈപ്പാസിലേക്ക് ചാടി നേരെ മലാപ്പറമ്പ് അല്ലേ, റായിലെ കറക്റ്റല്ലേ സംഗതി? മലാപ്പറമ്പിലേക്ക് കയറിയിട്ട് നമുക്ക് എരഞ്ഞിപ്പാലത്തിന് തൊട്ട് മുമ്പ് സരോവരം പാർക്കിലേക്ക് കയറിയാൽ അവർക്ക് പാർക്ക് ചെയ്യാം. കുറേ ആളുകൾ ട്രെയിനിലാണ്, ഈ റോഡ് പണി കാര്യമുള്ളതുകൊണ്ട് അവരോട് ഒരു പ്രത്യേകമായിട്ട് ഈ നമ്മുടെ ട്രെയിനിൽ വരുന്ന ആളുകൾ ട്രെയിനിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ സമ്മേളന നഗരികൾ അഥവാ ഈ കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ബ്ലോക്ക് വന്നാൽ അവർക്ക് ഈ കൂത്തുപറമ്പ് വഴി വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. കൂത്തുപറമ്പ് പിന്നെ നാദാപുരം വഴി കുറ്റ്യാടി പേരാമ്പ്ര വഴി വന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ റോഡ് പണി ഒഴിവായിട്ട് വരാൻ കഴിയും. അതൊക്കെ റോഡിൽ വരുന്ന ആളുകൾക്ക് ഡ്രൈവർമാർക്കൊക്കെ അക്കാര്യം അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതവർ സംസാരിച്ചിട്ട് ആ ഓൾട്ടർനേറ്റീവ് റോഡ് കണ്ടെത്തണം. വയനാട്ടിലൊക്കെ വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല അവർക്ക്. അല്ല, മാനന്തവാടിയിൽ നിന്ന് വരുന്നൊരു കുറ്റ്യാടി വഴി വേണമെങ്കിലും ഉണ്ട്. പക്ഷെ അവർക്ക് നല്ലത് എനിക്ക് തോന്നുന്നത് നേരത്തെ ഇറങ്ങും. വയനാട്ടിലൊരു ഇസ്മായിൽ പ്രത്യേക വയനാട് കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പ്രത്യേക താല്പര്യം ഇസ്മായിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് ഒരു നേരത്തെ ഇറങ്ങാൻ ചുരത്തിലൊക്കെ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. ഇത് മിസ്സാവരുത്. അതാണ് നമ്മളെ ഈ ഒരു 12 വർഷത്തിന് ശേഷം, 12 വർഷത്തിന് ശേഷം അല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, കാരണം ഐവൈസിയും സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ 10,000 ഇത് അങ്ങനെയല്ല, ഇത് ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിയ സംസ്ഥാന സമ്മേളനങ്ങളും സമീപകാലത്ത് നടത്തിയതും പ്രകടനമില്ലാതെ നമ്മൾ ഇതുപോലെ ഒരു കൂട്ടം കൂടിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ 5 മണിക്ക് ജാഥന്റെ ഫ്രണ്ട് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലും ഈ ആണ്ടി ബാക്കി നിൽക്കുന്ന പ്രകടനം നിൽക്കുന്നവർക്ക് എത്തിക്കിട്ടാൻ 1 മണിക്കൂറോളം സമയം എടുക്കും. നേരത്തെ തുടങ്ങണം. ഒരു ധാരണ ഉണ്ട്, നമ്മൾ 3:06 4 മണിക്ക് തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ 3:30 തുടങ്ങുള്ളൂ ധാരണ ഉണ്ട്. അങ്ങനെ പാടില്ല, നേരത്തെ തുടങ്ങും, 3 മണിക്ക് തുടങ്ങും. പ്രകടനം ആരംഭിക്കണം. പിന്നെ വേറൊരു കാര്യം ഫൈസൽ തങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യം, നമ്മൾ ഇതിനകം പറഞ്ഞതാണ്, ഗംഭീരമായിട്ടുള്ളൊരു ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് നമുക്ക് തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിജയത്തിൽ നിർണായകമായി പങ്കുവഹിച്ച സീതാക്ക, ധൻസാരി അനസൂയ എന്ന് പറഞ്ഞ സീതാക്ക, അവിടുത്തെ ഗംഭീര പിന്നെ വ്യക്തിയാണ്, ഫയർ ബ്രാൻഡ് സ്പീക്കറാണ്, അടിപൊളി വ്യക്തിയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ വലിയ പോരാട്ടത്തിൽ, അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കെട്ടിവെച്ച കാശ് കിട്ടാത്ത കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടൊരു അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഈ സീതാക്ക. അവരിന്ന് രാത്രി 8:45 കോഴിക്കോട് എയർപോർട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ വരുന്നത്. വളരെയധികം ഹാപ്പിയാണ്. മാത്രം അവർ ട്വീറ്റ് ചെയ്തു, നമ്മളെ യൂത്ത് ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത്. അവരെ ട്വിറ്ററല്ല, ഇപ്പോൾ എക്സാണ്, എക്സിൽ ട്വീറ്റ് ചെയ്തെന്ന് തന്നെ പറയാം. ട്വിറ്റർ മാറ്റിപ്പോൾ ട്വീറ്റ് എന്നുള്ള പദം ഒഴിവാക്കിയിട്ടുണ്ടോ? നമ്മൾ ട്വിറ്ററിൽ പിന്നെ അത്ര അല്ലേ സാജു? ട്വിറ്റർ തന്നെയല്ലേ, ട്വീറ്റ് തന്നെയല്ലേ. നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെയാണ് കേരളത്തിലുള്ളവർ കുറച്ചുകൂടി കൂടുതൽ ഇടപെടുന്ന ഒരു ഏരിയ. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും ഇപ്പം 5 സ്റ്റേറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു എന്ന് പറയുന്ന ആളുകൾ ഈ വിജയത്തെ മറച്ചു വെക്കുകയാണ്. അതെ, അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഈ സീതാക്കയെ കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒന്നിച്ച് നിന്ന് ഇതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ലൈവ് വർക്ക് ചെയ്താൽ ഇന്ത്യ തിരിച്ചു പിടിക്കാം. അതുകൊണ്ടിപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിലൊരു ആവേശം പകരുന്നു. പ്രത്യേകിച്ചും കേരളം ഏറ്റവും കൂടുതൽ സീറ്റ് നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുന്ന, രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടതടക്കം തിരിച്ചു പിടിക്കാൻ നിമിത്തമാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് 1 ലക്ഷം യുവാക്കൾ അണിനിരക്കുന്ന, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുനവർത്തങ്ങളൊക്കെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്,
അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കണം, അതിൽ കുറഞ്ഞു പോകാൻ പാടില്ല. സാഹിബ് പറഞ്ഞത് ക്യാമറ കണ്ണുകൾ തുറന്നു വെക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ യൂത്ത് ലീഗിൻ്റെ ശക്തി കാണണമെങ്കിൽ, അതെ, നിങ്ങൾ യൂത്ത് ലീഗിൻ്റെ ശക്തി കാണണമെങ്കിൽ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അത് നമ്മൾ യൂത്ത് ലീഗ് ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അത് പിന്നെ നമ്മളെ സംസ്ഥാനത്തുള്ള മുഴുവൻ യൂത്ത് ലീഗ് പ്രവർത്തകർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മളിതിനേക്കാൾ വലിയ എത്ര പരിപാടികൾ നടത്തിയവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും അതിഗംഭീരമായി വിജയിപ്പിക്കാൻ കഴിയും. അപ്പം നാളെ പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞു അൻസാരി സീതക്ക പിന്നെ മുഖ്യാതിഥിയാണ്. അതുപോലെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഗംഭീരമായി ഇപ്പോൾ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ ബഷീർ സാഹിബ്, അതുപോലെ വഹാബ് സാഹിബ്, PM A സലാം സാഹിബ്, സമദാനി സാഹിബ്, അതുപോലെ പിന്നെ മുനീർ സാഹിബ്, അതുപോലെ പിന്നെ മജീദ് സാഹിബ്, KM ഷാജി സാഹിബ്, പിന്നെ അതുപോലെ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ഫൈസൽ ബാബു തുടങ്ങിയിട്ടുള്ള എല്ലാവരും നമ്മുടെ നേതാക്കന്മാരൊക്കെ, ആരെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയില്ല. നേതാക്കന്മാരൊക്കെ നമ്മുടെ ഈ യോഗത്തിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായ പ്രസംഗങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് മറ്റന്നാൾ ഇസ്മായിലാണ് അവസാനത്തെ ലാസ്റ്റ് സ്പീച്ച്. ഇസ്മായിലാണ്. അതെ, ഇസ്മായിലെ പ്രത്യേകം. ഇസ്മായിലിന് ഒരു ആശങ്കയുണ്ട്. നന്ദി പറയുമ്പോൾ സാധാരണ ആൾക്കാർ പോകുന്നു, ഇതാന്ന് ഉണ്ടാവില്ല. നന്ദിയോട് കേട്ടിട്ട്, അതെ, ഇത് നന്ദിയോട് കേട്ടിട്ട് പോവുള്ളൂ ആൾക്കാർ. ജിഷാനെ ഇവിടെ ലൈവ് പോവാണ് മുജീബ. അതെ, കോഴിക്കോടുള്ള ഭാരവാഹി ജിഷാൻ എത്തിയിട്ടുണ്ട്. എന്താണ് സാജു ലൈറ്റിനെ പറ്റി എന്തൊരു പഴഞ്ചൊല്ലുണ്ടെന്നല്ല മറന്നുപോയി. അതല്ല, അത് പഴഞ്ചൊല്ല, സിനിമ ഡയലോഗാ. അപ്പോൾ ഓക്കെ, മലപ്പുറത്ത് മൊത്തം ഫീസ് ഏറ്റെടുത്ത് കുട്ടികളെ ഫീസ് ഏറ്റെടുത്ത് ചെയർമാൻ വന്നിട്ടുണ്ട്. മലപ്പുറത്തിന്റെ മുജീബ് കാടേരി ഉണ്ട്. കേരളത്തിലിപ്പോ അപ്പോൾ ഇരുട്ടാവുന്ന മുമ്പ് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരോടും നാളെ കൃത്യം 3 മണിക്ക് സ്വപ്നനഗരിയിൽ നമ്മുടെ പരിപാടിയിൽ ചരിത്രം കുറിക്കാൻ എല്ലാവരും എത്തിച്ചേരുക. ഞങ്ങൾ എത്തട്ടെ. അപ്പോൾ ഏതായാലും ചങ്ങലക്കും വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേറെ ആരും ഇല്ല. അതെ, ഇറങ്ങി, അതൊക്കെ പരാജയപ്പെട്ടു. അത് പോട്ടെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുന്ന കാര്യം പറയാം. അത് അവർ വിലയിരുത്തട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ നാളെ ഒരു വാർത്ത അതെ, അത് അപ്പോൾ ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.